ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒട്ടും കയ്പില്ലാത്ത രീതിയിൽ നാരങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം നോക്കിയാലോ. ഞാനിവിടെ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് വലിയ നാരങ്ങയാണ് എടുത്തേക്കുന്നത്. ഇതിനാണ് നോർമലി നമ്മൾ ലെമൺ എന്ന് പറയുന്നത്. ലൈം എന്ന് പറയുന്നതാണ് ചെറിയ നാരങ്ങ. ചെറിയ നാരങ്ങ എടുക്കുമ്പം കുറച്ചും കൂടെ കയ്പ്പ് കൂടുതലായിരിക്കും. ഇതിന് അത്രയും കയ്പില്ല. അതുകൊണ്ടാണ് ഈ നാരങ്ങ എടുത്തേക്കുന്നത്. ഞാനൊരു 5 നാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നാരങ്ങ വൃത്തിയായിട്ട് നമ്മൾ കഴുകിയിട്ട് അത് ഇഡലിത്തട്ടിലോ അല്ലെങ്കിൽ സ്റ്റീമറുള്ളവരാണെങ്കിൽ സ്റ്റീമറിലോ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് സ്റ്റീം ചെയ്ത് എടുക്കണം. ഇതാവുമ്പോഴത്തേക്കിന് ഇത് നല്ല കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ചൂടൊക്കെ മാറിയതിന് ശേഷം ഇത് കട്ട് ചെയ്ത് ചെറിയ പീസായിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് അതിനകത്തേക്ക് കല്ലുപ്പോ അല്ലെങ്കിൽ ഉപ്പ് പൊടിയോ ഉണ്ടെങ്കിൽ അത് ഇട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറഞ്ഞത് ഒരു 2 അല്ലെങ്കിൽ ഒരു 3 ദിവസം നമ്മൾ പുറത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇങ്ങനെ നമ്മൾ 2-3 ദിവസം വെക്കുമ്പോഴത്തേക്കിന് നന്നായിട്ട് തന്നെ ഇതിനകത്തേക്ക് ഉപ്പ് പിടിക്കും. ഞാനൊരു 2-3 ദിവസം ഇത് പുറത്ത് വെച്ചായിരുന്നു ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ടാണ് അച്ചാറിട്ടത്. ഇനി അച്ചാറിടാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയാലോ. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അതേപോലെ തന്നെ ഞാൻ കുറച്ച് ഡേറ്റ്സും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ സൺഫ്ലവർ ഓയിൽ ചൂടായി കഴിയുമ്പോഴത്തേക്കിന് അതിനകത്തേക്ക് 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കണം. എന്നിട്ടിത് 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളകും അതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഒരു കുറച്ചു നേരം ഇളക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ട് ഇളക്കി ഇത് മൂക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെറിയൊരു ലൈറ്റ് ബ്രൗൺ ആവുന്നിടം വരെ നമുക്കിത് മൂപ്പിച്ചെടുക്കണം. അത് കഴിയുമ്പോഴത്തേക്കിന് ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടിയും എടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വളരെ കുറച്ച് ഉപ്പും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കാരണം എന്നാന്ന് വെച്ചാൽ നാരങ്ങ നമ്മൾ അരിഞ്ഞു വെച്ചപ്പം അതിനകത്തേക്ക് ഓൾറെഡി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആവശ്യത്തിന്. അതിൽ നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ടുമുണ്ട്. ഇനി നാരങ്ങ ഇട്ട് ഇളക്കുമ്പോഴത്തേക്കിന് ഉപ്പില്ലെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്താൽ മതി. പൊടികളുടെയൊക്കെ പച്ചമണം മാറി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്കിന് അതിനകത്തേക്ക് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മുടെ നാരങ്ങ ഉണ്ടല്ലോ അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഡേറ്റ്സ് ഉണ്ടല്ലോ അതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാനൊരു 6 ഡേറ്റ്സ് ആണ് എടുത്തേക്കുന്നത്. അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഇട്ടേക്കുന്നത്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് അങ്ങ് ഇളക്കി മിക്സ് ചെയ്യണം. നമ്മുടെ ആ മസാല ഇതിനകത്തേക്ക് നാരങ്ങയിലേക്കും അതേപോലെ തന്നെ ഡേറ്റ്സിലേക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അച്ചാറിന് ചെറിയൊരു മധുരവും പുളിയും ഉപ്പും എല്ലാം കൂടെ കലർന്നതാണ്. എന്താണേലും ഈ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കയ്പൊട്ടും തന്നെ ഇല്ല. നിങ്ങൾ എന്താണേലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റും കൂടെ ഒന്ന് പറയുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം.